എല്ലാവർക്കും ഒരു സുപ്രഭാതം. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടത്. എന്നും ജോലിയുടെ തിരക്കും യാത്രകളും ഒക്കെ കാരണം ഇതൊന്നും ശ്രദ്ധിക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, ഈ ഭൂമി എല്ലാവരുടേതും കൂടിയാണല്ലേ. മറ്റ് സൃഷ്ടികളും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ പക്ഷികൾക്ക് ഇവിടെ താമസിക്കാൻ തീർച്ചയായും നമ്മളെക്കാൾ യോഗ്യതയുണ്ട്. അതെ, നിങ്ങളോർക്ക് ഞാൻ ഒരു പുളിമരമാണ് കാണിക്കുന്നതെന്ന്. പുളിമരമല്ല, അതിനുള്ളിൽ താമസിക്കുന്ന ഒരു 100 കണക്കിന് കിളികൾ. ഇവരെന്നും ഇവിടെയുണ്ട്. ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ. അപ്പോൾ അവരാ പുളി കഴിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ കുറേ കൂടുകളൊക്കെ കെട്ടി അവരവിടെ താമസമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ മരങ്ങളിൽ ഇപ്പോൾ പുളിയെക്കാട്ടി കൂടുതൽ കിളികളാണെന്ന് പറയാം. 100 കണക്കിന് കുഞ്ഞു കിളികളുണ്ട്. അപ്പോൾ അവർ കൂട്ടുകൂടിയിരിക്കുന്നു. അവരൊരാളുടെ അടുത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, അവരെന്തൊക്കെയോ വർത്താനം അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നു. അടുത്ത കിളികളുടെ അടുത്തേക്ക് പോകുന്നു, സംസാരിക്കുന്നു. അല്ല, ഇത് കണ്ടിട്ടായിരിക്കുമോ ദൈവം പറഞ്ഞത്, കാക്കകളെ നോക്കിയിടുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടി വെക്കുന്നുമില്ല, എന്നാൽ ദൈവം പോറ്റുന്നെന്ന്. ഇതാ ഇവർ കൂടുതൽ സമയം മറ്റുള്ളവരോട് സംസാരിക്കുകയും കൂട്ടുകൂടിയിരിക്കുകയും അവരവരുടെ കൂട് ഒരുമിച്ച് കൂടി നിർമ്മിക്കുകയും അങ്ങനെ കളി പറഞ്ഞ് രസിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ മനുഷ്യന്മാർക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം? ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, വീട് പണിയുന്നു, വേറെ ആരോടും മിണ്ടാതെ സ്വന്തം വീട്ടിൽ കയറി മിണ്ടാതിരിക്കുന്നു. ശരിക്കും നമ്മൾ ഇവരെയൊക്കെ കണ്ട് പഠിക്കേണ്ടതാണല്ലേ. ശരിക്കും ഒരുപാട് അധ്വാനമൊന്നുമില്ല. അവർക്കുള്ളത് പ്രകൃതി തന്നെ കരുതിയിരിക്കുന്നു, അതവർ കഴിക്കുന്നു, ജീവിക്കുന്നു.